ശ്രീകാർത്തിക സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യമുള്ളത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിലേക്ക് എത്തും. അവിടെ നിന്ന് അദ്ദേഹം രാജ്ഘട്ടിലെത്തും. തുടർന്നാണ് അദ്ദേഹം ചെങ്കോട്ടയിലേക്ക് എത്തുന്നത്. ആദ്യം ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രി അവിടെ പതാക ഉയർത്തും. അതിനുശേഷമാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. അതിന് മുൻപേ തന്നെ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് വന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച ധീര സമര പോരാളികളെ അനുസ്മരിക്കുക, ഒപ്പം തന്നെ അവർ മുന്നോട്ട് വെച്ച വികസിത ഭാരതം എന്ന സങ്കല്പത്തിന് വേണ്ടി ഒന്നിച്ച് ഉറപ്പോടുകൂടി മുന്നോട്ട് പോകാനുള്ള കഠിന പ്രയത്നത്തിലുള്ള സന്ദേശം കൂടിയായി ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ മാറണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വികസിത ഭാരതം 2047 തന്നെ വികസിത ഭാരതത്തിലേക്ക് രാജ്യത്തെ എത്തിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനാവശ്യമായ നടപടികളാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത്തരമൊരു നിർദ്ദേശം വെച്ചത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് തന്നെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകുക കൂടിയാണ് അദ്ദേഹം. കാരണം 12ാമത്തെ തവണയാണ് തുടർച്ചയായി അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് അതീവ സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനമുള്ളത്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശുചീകരണ തൊഴിലാളികളും ഒപ്പം തന്നെ ജനപ്രതിനിധികൾ 281 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥികളായി ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് ക്ഷണിതാക്കളുണ്ട്. ഒപ്പം തന്നെ ഖേലോ ഇന്ത്യ ഗെയിംസിൽ പങ്കെടുത്ത ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ പാരാ ഒളിമ്പിക്സിൽ പങ്കെടുത്തവരുണ്ട്. ഇവരെല്ലാം തന്നെ ഇന്ന് രാജ്യം ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ശ്രീകാർത്തിക സൂചിപ്പിച്ച പോലെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു ആഘോഷം കൂടി ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ ഒരുക്കങ്ങളുടെ ഭാഗമായി തന്നെ അവിടെ വെച്ചിട്ടുള്ള പ്ലക്കാർഡുകളിലും മറ്റു ബാനറുകളിലും എല്ലാം തന്നെ ഓപ്പറേഷൻ സിന്ദൂറുണ്ട്. അതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെ അനുമോദിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധിയായ ചടങ്ങുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന് കനത്ത സുരക്ഷ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തവണ ചില ഭീഷണികൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാന മേഖലകളിലും ഒപ്പം തന്നെ മറ്റു മേഖലകളിലും പ്രത്യേകിച്ച് വിമാനത്താവളങ്ങൾ, മെട്രോ സ്റ്റേഷനുകൾ അടക്കമുള്ള പ്രധാന പ്രദേശങ്ങൾ അത് ഓരോ സംസ്ഥാനത്തെയും തന്ത്രപ്രധാന മേഖലയിൽ കനത്ത സുരക്ഷയാണ് ഉള്ളത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യ തലസ്ഥാനത്ത് മാത്രം 20,000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 10,000-ഓളം വരുന്ന ആളുകൾ റെഡ് ഫോർട്ടിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള സുരക്ഷ, ഒപ്പം തന്നെ AI ക്യാമറകളുടെ സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ റെഡ് ഫോർട്ടിൽ എത്തുന്ന വാഹനങ്ങൾ അതിന്റെ അടിഭാഗം ഉൾപ്പെടെ സ്കാൻ ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനമുണ്ട്. ഫേക്ക് നമ്പർ ആണെങ്കിൽ അത് കണ്ടെത്തുന്നതിന് ആവശ്യമായ ഓട്ടോമാറ്റിക്കൽ നമ്പർ സെർച്ചിംഗ് സംവിധാനം അടക്കം ഏർപ്പെടുത്തിയിട്ടുള്ള പരിശോധനകളാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഫേസ് ഡിറ്റക്ഷൻ സംവിധാനമുണ്ട്. 3 ലക്ഷത്തോളം വരുന്ന ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ആളുകളുടെ ഫേസുകൾ ഈ ഡിറ്റക്ഷൻ സംവിധാനത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് പരിശോധനയും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രാജ്യത്തെ സംബന്ധിച്ച്. ഒപ്പം തന്നെ സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് ഈ വിജയാഘോഷം കാണാൻ ആളുകൾ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാകും ജനങ്ങളോട് പറയുക എന്ന് കേൾക്കാനും ആളുകൾ കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് സൂചനകൾ ഇത് സംബന്ധിച്ച്? ശ്രീകാർത്തിക, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനു മുമ്പ് ആത്മനിർഭർ ഭാരത് എന്ന സന്ദേശം പോലും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത് ഈ ചെങ്കോട്ടയിലാണ്. രാജ്യം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങളുടെ അത് പ്രതിരോധ രംഗത്താണെങ്കിലും മറ്റ് വികസന രംഗത്താണെങ്കിലും വ്യവസായ രംഗത്താണെങ്കിലും അത്തരം നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമാണ് വികസിത ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടാൻ കഴിയൂ എന്നുള്ളതാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സർക്കാരുകളെല്ലാം തന്നെ ഇങ്ങോട്ട് മാറി മാറി വരുമ്പോൾ പോലും പ്രധാനമന്ത്രി നേതൃത്വത്തിൽ, അതായത് BJP NDA സർക്കാർ മുന്നോട്ട് പോകുന്ന സമയത്തെല്ലാം തന്നെ അത്തരമൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ച് തന്നെയായിരുന്നു അതിന്റെ നയപരിപാടികൾ രൂപീകരിച്ച് മുന്നോട്ട് പോയത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിലാണുള്ളത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അടക്കം നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ, ബീഹാറുമായി ബന്ധപ്പെട്ടല്ല എങ്കിൽ പോലും അവിടെ അടക്കം സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിൽ ഈ സാധാരണഗതിയിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള ചില മറുപടികൾ കൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇപ്പോൾ വോട്ടർ പട്ടിക ക്രമക്കേടടക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലുണ്ട്. അത്തരത്തിൽ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ വരും. മറ്റൊന്ന്, ഏറ്റവും നിർണായകമാകുന്ന ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്നുള്ളതാണ്. നേരത്തെ പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പ്രതിപക്ഷം രാജ്യവിരുദ്ധ നിലപാടുകൾ ഈ വിഷയത്തിൽ എടുത്തിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് അടക്കം ഉയർത്തിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ അതിനെയെല്ലാം തന്നെ നിശ്ചിതമായ ഭാഷയിൽ പ്രധാനമന്ത്രി വിമർശിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ശശി തരൂർ അടക്കമുള്ള
നേതാക്കൾ ഇത്തരത്തിൽ സർക്കാരിന്റെ സംവിധാനത്തിന്റെ ഭാഗമായി ചേർന്നുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ചപ്പോൾ കോൺഗ്രസ് അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് സർക്കാർ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി അതിനുള്ള മറുപടി നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമായ പുതിയ ദിശാബോധം നൽകുന്ന തരത്തിലുള്ള അതായത് നയാഭാരതം എന്നുള്ള പുതിയ ഭാരതത്തിലേക്ക് ഇനി ഏതൊക്കെ തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെ നയരൂപീകരണം വേണം, ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും താഴേക്കിടയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിക, അവിടുത്തെ ജനപ്രതിനിധികൾക്ക് സ്വതന്ത്രമായി ഭരണ സംവിധാനത്തിൽ ഇടപെട്ടുകൊണ്ട് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലേക്ക് എത്താനുള്ള ഇടപെടൽ നടത്തുക, അങ്ങനെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വികസന കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.